അപ്പോൾ നമ്മൾ കെമിസ്ട്രിയിൽ നിന്ന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നോക്കുന്നത്. എങ്ങനെ നമുക്കൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കാം, ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണമെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടുള്ള ഷെല്ലുകൾ കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്, എൻ ഷെല്ല്, ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടുള്ള ഷെല്ലുകൾ. ഇതിൽ കെ ഷെല്ല് 2 ഇലക്ട്രോൺസ് കൊള്ളും. എൽ ഷെല്ല് എത്ര ഇലക്ട്രോൺ കൊള്ളും? എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ കൊള്ളും. ദെൻ എം ഷെല്ലിൽ എത്ര കൊള്ളും? 18 ഇലക്ട്രോൺ കൊള്ളും. ദെൻ അടുത്തതില് നാലാമത്തെ ഷെല്ലില് 2n² യൂസ് ചെയ്താൽ മതി. 2 × 4² 32 എണ്ണം കൊള്ളും. ഇങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഷെല്ലുകൾ. നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, മലയാളത്തില് സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം. സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം, അതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാം. എങ്ങനെയാണ് നമുക്കൊരു സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം എഴുതാൻ പറ്റുക? ഒരു മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ അതിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതും? ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ കെയുടെ സബ്ഷെല്ലുകൾ ഏതൊക്കെയാണെന്നാണ്. കെയുടെ സബ്ഷെല്ലാണ് എസ്. ദെൻ എല്ലിന്റെ സബ്ഷെല്ലാണ് എസും പിയും. ദെൻ എമ്മിന്റെ സബ്ഷെല്ലാണ് എസ് പി ഡി. ദെൻ എന്നിന്റെ സബ്ഷെല്ലാണ് എസ് പി ഡി എഫ്. ഇങ്ങനെയാണ് സബ്ഷെല്ലുകൾ ഉള്ളത്. അതായത് ഒന്നാമത്തെ ഷെല്ലായ കെക്ക് ഒരു സബ്ഷെല്ലുള്ളത്, അത് 1 ആണ്. രണ്ടാമത്തെ ഷെല്ലായ എല്ലിന് എസ്, പി എന്നീ സബ്ഷെല്ലുകൾ ഉണ്ട്. മൂന്നാമത്തെ എമ്മിന് എസ് പി ഡി അങ്ങനെ ഉണ്ട്. നാലാമത്തെ എന്നിന് എസ് പി ഡി എഫ് അങ്ങനെ ഉണ്ട്. ഓക്കെ, ഇനി എസ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? എസിൽ 2 എണ്ണം കൊള്ളും. പിയിൽ ശരിക്ക് 6 എണ്ണമാണ് കൊള്ളുക. ഡിയിൽ 10 എണ്ണം, എഫിൽ 14 എണ്ണം. അതായത് എസിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോൺ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14. ഇങ്ങനെയാണ് ഇലക്ട്രോണുകളുടെ എണ്ണം, സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം ഇങ്ങനെയാണ് നമ്മൾ കാണിക്കുക. അപ്പോ ഇവിടെ ഒന്നാമത്തെ ഷെല്ലാണല്ലോ കെ, അതുകൊണ്ട് ഇതിന് നമ്മൾ 1s എന്നാണ് പറയാം. 1s ഒന്നാമത്തെ സബ്ഷെൽ. ഇവിടെയോ രണ്ടാമത്തെ ഷെല്ലിന്റെ സബ്ഷെൽ 2s 2p. ഇവിടെ 3s 3p 3d. ഇവിടെ 4s 4p 4d 4f. ഇങ്ങനെയാണ് അത് എഴുതുക. 1s എന്ന് പറയുന്നത് ഒന്നാമത്തെ ഷെല്ലായ കെയുടേതാണ്. അപ്പൊ 1 ഇത് ഒന്നാണല്ലോ നമ്പർ. ഇത് രണ്ടാമത്തെ ഷെല്ലായതുകൊണ്ടാണ് ഇവിടെ 2s 2p എന്ന് കൊടുത്തത്. ഇത് മൂന്നാമത്തെ ഷെല്ലായതുകൊണ്ടാണ് ഇവിടെ 3s 3p 3d എന്ന് കൊടുത്തത്. ഇത് നാലാമത്തെ ഷെല്ലായതുകൊണ്ട് ഇതിന് 4s 4p 4d 4f എന്ന് എഴുതും. ഓക്കെ, ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ നോക്കാം. അപ്പൊ നോക്കാം, ഇവിടെ ഞാൻ ഫോസ്ഫറസ് ആണ് തന്നത് പി. ഫോസ്ഫറസിന്റെ അറ്റോമിക സംഖ്യ 14. ഫോസ്ഫറസിന്റെ അറ്റോമിക നമ്പർ 14 തന്നിട്ടുണ്ട്. നമുക്ക് ഇത് എങ്ങനെ എഴുതാം? ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. അപ്പൊ ആദ്യം നമ്മൾ ഇതിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. ഇലക്ട്രോൺ വിന്യാസം എഴുതാം. കെ എൽ എം. കെയിൽ 2 എണ്ണം, എല്ലിൽ 8 എണ്ണം, ദെൻ 4 എണ്ണം. മൊത്തം 2 8 10 4 14. ഇനി കെക്ക് എത്ര സബ്ഷെൽ ഉണ്ട്? 1 ഒരു സബ്ഷെൽ എസ്. അപ്പൊ 1s. ഈ 2 ഇതാ ഇവിടെ ഉൾക്കൊള്ളിക്കും. 1s2. ദെൻ ഇവിടെ 8 എണ്ണം ഉള്ളത്. അപ്പൊ ഇവിടെ 2s ഉണ്ട്, 2p ഉണ്ട്. എസിൽ 2 എണ്ണം, പിയിൽ 6 എണ്ണം. മൊത്തം 2 6 8. ഇനി ഇവിടെയോ, ഇവിടെ ശരിക്കും 3 എണ്ണം ഉണ്ട്. എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്. പക്ഷെ നമുക്ക് എസിലും പിയിലും ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഡിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ 3s 2 3p 2. എസിൽ 2 എണ്ണേ കൊള്ളുള്ളൂ, അതുകൊണ്ടാണ് ബാക്കി 2 അടുത്തേക്ക് ഇട്ടത്. അപ്പൊ ഫോസ്ഫറസിന്റെ ഇലക്ട്രോൺ വിന്യാസം, ഫോസ്ഫറസിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s2 3p2 എന്ന് പറയാം അല്ലെ. ഇതെങ്ങനെ എഴുതും? ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് എഴുതാം. 1s2 2s2 2p6 3s2 3p2. ഇതാണ് ഫോസ്ഫറസിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ,
ഇതേപോലെ നമുക്ക് വേറൊരു മൂലകത്തിന്റെ കൂടി എഴുതി നോക്കാം. അത് ഞാൻ പറയാൻ പോണത് സൾഫർ 16. സൾഫർ 16. സൾഫറിന്റെ അറ്റോമിക് നമ്പർ ആണ് 16. അതിനെ എഴുതാം. നമ്മൾ ആദ്യം ഇലക്ട്രോണിക് വിന്യാസം എഴുതാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 10 6 2 8 6. അപ്പൊ ഇവിടെ കേക്ക് എത്ര ഉണ്ട്? ഒരു സബ്സ്റ്റൻസ് അല്ലേ, 1s2. ഇവിടെ 2s2 2p6. ഇവിടെ 3s2 3p4. പിയിൽ നമുക്ക് എത്ര വില കൊള്ളും? പിയിൽ നമുക്ക് 6 വില കൊള്ളില്ലോ, അതുകൊണ്ട് 4 ഇടാം. അപ്പൊ ഇതിന്റെ എങ്ങനെ വരും? 1s2 2s2 2p6 3s2 3p4. ഇത് ഞാൻ പഠിപ്പിച്ചതാണ് കേട്ടോ, നിങ്ങൾ ആദ്യം ഒന്ന് റിവൈസ് ചെയ്തതേ ഉള്ളൂ. അങ്ങനെയാണ് നമുക്ക് സൾഫറിന്റെ എഴുതിയത്. ഇനി നമുക്ക് ക്ലോറിന്റെ എഴുതി നോക്കാം. ഇതേപോലെ തന്നെയാണ് ക്ലോറിൻ്റെത്. ക്ലോറിൻ എത്ര അറ്റോമിക് സംഖ്യ എന്നറിയോ? 17 ആണ്. അപ്പൊ നമുക്ക് ഇലക്ട്രോൺ വിന്യാസം 2 8 7 അല്ലെ. 1s2 ഓക്കെ, അതിൽ പോയി. 2s2 2p6 ഇതിൽ പോയി. 3s2 3p5 7 അല്ലേ. ഈ 2 ആണ് ഇവിടെ വന്നത്, ഈ 2. ഈ 8 ആണ് ഇത് 2 വന്നത്. ഈ 7 ആണ് ഇവിടെ വന്നത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം കാൽസ്യം Ca20. അപ്പൊ വരും 2 8 8 2 2 8 18 18 2 20. അപ്പൊ അവിടെ 1s2 2s2 2p6 3s2 3p6 3p6 കഴിഞ്ഞാൽ പിന്നെ നമ്മള് മൂന്നാമത്തെ ഷെല്ലില് ശരിക്കും ഉള്ളത് എന്താണ്? ഡി ആണുള്ളത്. പക്ഷേ ഡി നിറയുന്നതിന് മുമ്പ് നമ്മൾ എസ് നിറയ്ക്കണം. അതുകൊണ്ട് 4s2 ആദ്യം 4s2 എഴുതണം. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാല് ഇങ്ങനെയാണ് അതിന്റെ റൂള്. ആദ്യം 1s എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 2s എഴുതണം, പിന്നെ നമ്മൾ 2p എഴുതണം, പിന്നെ 3s എഴുതണം, പിന്നെ 3p എഴുതണം. അത് കഴിഞ്ഞാൽ ശരിക്ക് ആരാ വരേണ്ടത്? ശരിക്ക് 3d ആണ് വരേണ്ടത്. പക്ഷെ ഇലക്ട്രോൺസ് നിറയുന്നതിന്റെ ഓർഡർ അനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് 4s ഫില്ലായിട്ട് 3d നിറയാൻ പാടുള്ളൂ. ഇതാണ് എന്താണ് റൂള്. അത് കഴിഞ്ഞിട്ടാണ് ആര് വരിക? 4p. അത് കഴിഞ്ഞിട്ട് പിന്നെ 5s അങ്ങനെ പോകും. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതുമ്പോ 1s 2s 2p 3s 3p 4s വരെ നമുക്ക് അറിയും. 4s കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശരിക്ക് എഴുതേണ്ട 3p കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ 3d ആണ് എഴുതേണ്ടത്. പക്ഷെ അതിന് വരെ 4s എഴുതും. കാരണം എന്താ? 3d നിറയുന്നതിന് മുമ്പ് തന്നെ 4s നിറയ്ക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു നിയമം നിങ്ങൾ എഴുതി വെക്കണം. ഈ ഒരു വഴി കൂടിയാണ് അത് ഫില്ല് ചെയ്യേണ്ടത്. ക്ലിയർ?